കഴിഞ്ഞ ദിവസം പിടിച്ചതിൽ നിന്ന് 2 ഗൗരാമികൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മീൻപിടുത്തം കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവന്മാർ രണ്ടുപേരും 2 രുചികളിലായിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യാം. അപ്പോൾ 2നെയും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2ലും നമുക്ക് 2 തരത്തിലുള്ള മസാല ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്ക് പച്ച മസാല ഉണ്ടാക്കാം. പച്ച മസാലയ്ക്കായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, നമ്മുടെ കാന്താരി മുളക് പഴുത്തതുകൊണ്ട്, പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയില, ഇതെല്ലാം കൂടി ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ പച്ച മസാല റെഡി. ഇനി നമുക്ക് നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇവൻ്റെ ആ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ ശരിക്കും ഇറക്കി നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ നമ്മൾ മസാല മീനിൽ സെറ്റാക്കി, പച്ച മസാല സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത മീനിൽ നമുക്കപ്പോൾ ചുവന്ന മസാല തൂത്ത് കൊടുക്കാം. ചുവന്ന മസാലയ്ക്ക് നമ്മൾ അതിൽ കാന്താരി മുളകും പിന്നെ നമ്മുടെ പുതിനയിലയും കറിവേപ്പിലയും ഉപയോഗിച്ചില്ല. അതിന് പകരം മുളക് പൊടി ഉപയോഗിച്ചു. കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സഡ് ആണ്. ഇത് നമുക്ക് ഇതിൽ നന്നായിട്ട് തേച്ച് പൊതിഞ്ഞെടുക്കണം. നല്ല കനത്തിലിരുന്നോട്ടെ. ഇനി നമുക്ക് ഇവരെ വാട്ടിയെടുത്ത വാഴയിലൊന്ന് പൊതിയാം. ആദ്യം നമുക്ക് നമ്മുടെ പച്ച ഗൗരാമീനെ പൊതിയാം. ഗ്രീൻ ജയൻ്റ് ഗൗരാമി പൊതിയാം. ഈ മസാല തൂത്തിട്ട് മാക്സിമം നേരം ഇരിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് അത് ശരിക്കും അങ്ങ് ഇറച്ചിയിൽ പിടിക്കും മസാല. നമ്മളൊരു അരമണിക്കൂർ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇവന്മാരുടെ ഈ തൊലി ഉരിച്ച് കളയുവാണെങ്കിൽ മസാല അതിനനുസരിച്ച് കൂടുതൽ ഇറച്ചിയിൽ പിടിക്കും. ഞാൻ എല്ലാ മീനിൻ്റെയും തൊലി ഉരിച്ച് കളയാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. തൊലി ഉരിച്ച് കളയാതെ ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം തൊലി ഉരിച്ച് കളഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മസാലയുടെ ഒരു ഫ്ലേവർ ഇറച്ചിയിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഒരു വാഴയിലയിൽ പൊതിഞ്ഞ ശേഷം ഇവനെ നമ്മൾ ഇതിനകത്ത് കൂടി പൊതിയുന്നുണ്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട്. ഇത് നമ്മുടെ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ പ്ലേറ്റാണ് കേട്ടോ. അത് ആ മൂലയിൽ നിന്ന് നിവർത്തി അങ്ങ് എടുത്തതാണ്. ഇത് കൂട്ടൊരു 5 എണ്ണം ഒരു മീൻ പൊതിയാൻ എടുക്കുന്നു. ഇതാകുമ്പോഴത്തേനും ഞാൻ നോക്കിയിട്ട് 5 രൂപയായുള്ളൂ. 10 എണ്ണം മേടിച്ചു 2 മീനിന് വേണ്ടിയിട്ട്. 5 എണ്ണം വെച്ച് പൊതിയാൻ 50 രൂപ. ഫോയിൽ പേപ്പർ ആണെങ്കിൽ വലിയ റോളായിട്ടേ കടകളിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മേടിക്കാതിരുന്നത്. കാര്യം മേടിച്ചാലും ഉപയോഗിക്കാമായിരുന്നു, എന്നാലും അതുപോലെ. അപ്പോൾ നമുക്കിത് സെറ്റായിട്ട് പൊതിഞ്ഞ് ഇനി ഇവനെ ചുട്ടെടുക്കണം. ഇനി നമുക്കിതൊന്ന് കമ്പി വെച്ച് കെട്ടിയെടുക്കാം. ചെറിയ നൂൽക്കമ്പി കഷ്ണം മതിയെന്നേ. 2 സൈഡിൽ നിന്ന് കെട്ടി എടുക്കണം. ഈ അലുമിനിയം ഫോയിലാണെങ്കിൽ ഇപ്പോൾ കെട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ സംഭവം ചിലപ്പോൾ അകന്ന് പോകും സാധനം. അകന്ന് പോയിട്ടുണ്ട്. അതാ പറഞ്ഞത്. നമുക്ക് ഈ കമ്പി വെച്ചൊന്ന് കെട്ടുവാണെങ്കിൽ സീനില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വയറയുടെ അകത്തുനിന്ന് ചെമ്പ് കമ്പിയോ എന്തെങ്കിലും സംഭവം മതി. ഉരുകാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ജയൻ്റ് ഗൗരാമി കനലിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ജയൻ്റ് ഗൗരാമിയെ കൂടി ഒന്ന് റെഡിയാക്കാം. വാഴയിൽ വെച്ച് മസാലയൊക്കെ പ്ലേറ്റിലുള്ള തൂത്ത് അടിച്ചിട്ട് ഇല പൊതിഞ്ഞ് ആ ഫോയിലിൻ്റെ ഇത് വെച്ച് പ്ലേറ്റ് വെച്ച് ഒന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ജയൻ്റ് ഗൗരാമിയും റെഡ് ജയൻ്റ് ഗൗരാമിയും കനലിൽ ചാടാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഇടാം. തീയിട്ടേ. കത്തി തീർന്ന് കനലാകുമ്പോഴത്തേനും മീനുകളെ ഇതിനകത്തേക്ക് എടുത്തിടാം. ഒരാളെ ഇട്ടു. ഇനി അടുത്ത ആളെ കൂടി ഇതിലേക്ക് ഇടാം.
ചാടിക്കോയ്. ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കനൽ കുറച്ചെടുത്ത് മുകളിലൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്താണേലും നല്ല രീതിയിൽ വേവും. ഇപ്പോഴും ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ട് ഇങ്ങനെ ചെയ്ത വേവോ ഇല്ലയോ എന്ന്. എന്താണേലും പൊരിക്കുന്നേക്കാളും എണ്ണയിൽ നമ്മൾ ഇട്ട് പൊരിക്കുന്നേക്കാളും വേവ് കിട്ടാതിരിക്കില്ല. അതേപോലെ സോഫ്റ്റ് ആയിരിക്കും ഇറച്ചി, നല്ല സ്മൂത്തായിട്ട്. ഒരു പിടിപ്പീരുണ്ട്. കുറച്ച് സമയം പിന്നെ ഇതിൻ്റെ അടുത്ത് ചൂടടിച്ച് നിൽക്കണം. അതൊക്കെ പൊളിയാ. നമ്മുടെ കുറച്ച് കൂട്ടുകാരും നല്ലൊരു സ്ഥലവും ഒക്കെ ആണെങ്കിൽ പൊളി. ഏകദേശം ഒരു 20 മിനിറ്റ് ഒരു സൈഡ് കിടന്നു. അങ്ങനെ മൊത്തം ഒരു 40 മിനിറ്റ് ഏകദേശം മീൻ നമ്മൾ കനലിലിട്ടു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് പൊളിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പച്ച പൊളിച്ച് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഗ്രീൻ ജയൻറ്റ് ഗൗരാമി. നല്ല ചൂടാണ് ഈ സംഭവത്തിനൊക്കെ. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. എന്താ കളറ്! സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പൊളിച്ചു. ആദ്യമായിട്ടാണ് ജയൻറ്റ് ഗൗരാമി ഗ്രീൻ കളറിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് റെഡ് കൂടി നോക്കാം. ടു 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 ടു. സൂപ്പർ. ഒരു ചെറിയ പീസ് നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി അടിപൊളി. ഇതാണ് പച്ചയും ചുവപ്പും. പച്ചയ്ക്ക് പൊറോട്ട, ചുവപ്പിനപ്പം. നമുക്ക് പൊറോട്ടയും കൂട്ടി പച്ചയെന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. കിടു. നല്ല ടേസ്റ്റ്, ഒന്നും പറയേണ്ട കാര്യമില്ല. ഇനി ചുവന്ന പീസിൽ നിന്ന് ഒരപ്പത്തിൻ്റെ കഷ്ണത്തോടുകൂടി. അടിപൊളി അടിപൊളി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഫാമിംഗ്, ഫുഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ